നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിജയ് നയിക്കുന്ന TVK സർക്കാർ ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, മാത്രമല്ല 5 വർഷം എങ്ങനെ കൊണ്ടുപോകും, പ്രത്യേകിച്ച് ഭരണപരിചയമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു നാടിനെ ഭരിക്കുമ്പോൾ അതിൻ്റെ വെല്ലുവിളികൾ ഉണ്ടാകും, അതെങ്ങനെയാണ് അതിജീവിക്കുക, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ TVKയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ആ സമയത്താണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതാ MK സ്റ്റാലിൻ തൻ്റെ പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജോസഫ് വിജയ് നയിക്കുന്ന TVK സർക്കാർ ഏത് സമയത്തും താഴെ വീണേക്കാമെന്നും അതിനാൽ DMK പ്രവർത്തകർ തയ്യാറായിരിക്കണമെന്നുമാണ് മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചെന്നൈയിൽ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം MK സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത്. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി. പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ പല ഭാരവാഹികളും പരസ്പരം പഴിചാരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകേണ്ട. പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പരാജയ കാരണം കണ്ടെത്തി 20 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നതതല സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MK സ്റ്റാലിൻ വ്യക്തമാക്കി. ഉന്നതതല അന്വേഷണ സമിതി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും ഓരോ മണ്ഡലത്തിലും എല്ലാ തലത്തിലുമുള്ള ഭാരവാഹികളിൽ നിന്നും വിവരങ്ങൾ തേടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് കിട്ടിയാൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MK സ്റ്റാലിൻ വ്യക്തമാക്കി. അതേസമയം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും കൂടി നടക്കുന്നുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് DMK നിർദ്ദേശങ്ങൾ തേടി TVKയുടെ വിജയത്തെ മാജിക് സുനാമി എന്ന് സ്റ്റാലിൻ വിശേഷിപ്പിച്ചു. അതേസമയം വീട്ടമ്മമാർക്കുള്ള മകളിൻ ഉരുമൈ തുകൈ പദ്ധതി പ്രകാരമുള്ള 1000 രൂപയുടെ പ്രതിമാസ സഹായം ഉടൻ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രഖ്യാപിച്ചു. മെയ് മാസത്തെ തുക ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി ഏപ്രിൽ വരെയുള്ള 3 മാസത്തെ തുകയും വേനൽക്കാല സ്പെഷ്യലായി 2000 രൂപയും അടക്കം 5000 രൂപ DMK സർക്കാർ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ പുതുമൈ പെൺ, തമിഴ് പുതൽവൻ തുടങ്ങിയ ധനസഹായ പദ്ധതികൾ തുടരുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഈ പദ്ധതികളിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം നൽകേണ്ട 1000 രൂപയും വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ വീട്ടമ്മമാർക്കുള്ള സഹായധന പദ്ധതി പുനഃക്രമീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച വിജയനെതിരെ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തി. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2500 രൂപ വീതം നൽകുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച വിജയ് 1000 രൂപയെങ്കിലും മുടക്കമില്ലാതെ നൽകാൻ നടപടിയെടുക്കണമെന്നായിരുന്നു സ്റ്റാലിൻ്റെ ആവശ്യം. ഇനി നമ്മൾ മറ്റൊരു വാർത്ത കൂടി നോക്കുകയാണ്. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സെക്രട്ടേറിയറ്റിൽ എത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉച്ചഭക്ഷണവുമായിട്ടാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. അവിടുത്തെ മുറിയിൽ വെച്ച് തന്നെ ഭക്ഷണം കഴിക്കുമെന്നടക്കമുള്ള വിവരങ്ങൾ, കൗതുകകരമായ വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിൽ സമയനിഷ്ഠയും അദ്ദേഹം പാലിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. മെയ് 10 വിജയ് അധികാരത്തിലേറിയത്. അന്നു മുതൽ സെക്രട്ടേറിയറ്റിലെ ജോലികൾ വ്യാപൃതമായിരുന്നു. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞ രാവിലെ 10 നിശ്ചയിച്ചതെങ്കിലും 8:50 അദ്ദേഹം വേദിയിലെത്തി. തൊട്ടടുത്ത ദിവസം MLA-മാരുടെ സത്യപ്രതിജ്ഞ രാവിലെ 9:30 നിശ്ചയിച്ചിരുന്നെങ്കിലും വിജയ് 8:45 സെക്രട്ടേറിയറ്റിലെത്തി. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്ന മെയ് 12 8:45 സെക്രട്ടേറിയറ്റിലെത്തി. വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച 13 രാവിലെ 9 സെക്രട്ടേറിയറ്റിലെത്തി. വ്യാഴാഴ്ച രാവിലെ 9:55 സെക്രട്ടേറിയറ്റിലെത്തിയ വിജയ് ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ഒപ്പം ഉച്ചഭക്ഷണവുമായി എത്തുന്ന വിജയെക്കുറിച്ച് സെക്രട്ടറിയിലെ ജീവനക്കാർ വളരെ ആരാധനയോടെയാണ് സംസാരിക്കുന്നത്. വളരെ ലാളിത്യത്തോടെ സാധാരണ സർക്കാർ ജീവനക്കാരെ പോലെയാണ് വിജയ് പ്രവർത്തിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും പറഞ്ഞു. അതേസമയം വിജയും ഉദയനിധി സ്റ്റാലിനും നേർക്കുനേരാണ്. പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിനും മുഖ്യമന്ത്രിയായി വിജയും എത്തുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ പ്രവർത്തനം എന്ന ചോദ്യം, എങ്ങനെയാണ് തമിഴ്നാടിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന ചോദ്യം. ഈ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം നേരത്തെ മലയാളി വാർത്തയോട് ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. സനാതനധർമ്മം ജനങ്ങളെ വിഭജിക്കുന്ന സനാതനധർമ്മം ഇല്ലാതാകണം. ആദ്യത്തെ പ്രസംഗത്തിൽ ഉദയനിധി പറയുക. ഇത്രയും വിവരമുള്ളൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. നമോഭാഗം വണക്കം ഉദയനിധി സ്റ്റാലിൻ എന്നേ പറയണം. എന്തായി സനാതനധർമ്മം പറയുന്നത്? ഏകം സത് വിപ്ര ബഹുധാ വദന്തി, അതാണ് സനാതൻ്റെ അർത്ഥം. സനാതനം ചിരമായിട്ടുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഏകം സത് വിപ്ര ബഹുധാ വദന്തി, ഒന്നേ ഉള്ളൂ സത്യം.
അല്ല, ഇസ്ലാം മതം പറയുന്ന പോലെ ഒരു മതമേ ഉള്ളൂ സത്യം എന്നല്ല, സത്യമായിട്ടൊന്നേ ഉള്ളൂ. ആ സത്യത്തിൻ്റെ പല രൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആൻസിയും അത് ഞാനും അപ്പുറത്തിരിക്കുന്നവരും നമുക്ക് വരുന്ന ഗസ്റ്റുകളും ഈ മനുഷ്യർ എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളും വിശാലമായി ലോകത്തിലുള്ള മനുഷ്യരത്രയും ഒരേ ഒരു ബ്രഹ്മമെന്ന് പറയുന്ന രൂപത്തിൻ്റെ പല രൂപത്തിലുള്ള പ്രകാശനങ്ങളാണ്. നിൻ്റെ അയൽക്കാരൻ മാത്രമല്ലത്, നിൻ്റെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളുമെല്ലാം ഒന്നിൻ്റെ പല ഭാവങ്ങളാണെന്ന് പറയുന്ന എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു തത്വമാണ് സനാതനധർമ്മത്തിൻ്റേത്. അത് വിഭജിക്കുന്ന എന്ന് പറയുന്ന വിഡ്ഢിത്തം പറയുന്നവരെ MLA അവരുടെ പ്രതിപക്ഷ നേതാവായതിൽ തമിഴ് മക്കളെ നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? അതുപോലെ തന്നെയാണ് വിജയ് സൂപ്പർ എന്ന് പറഞ്ഞത്. സിനിമയിലെ പ്രകടനം കൊണ്ട്, മിന്നുന്ന പ്രകടനം കൊണ്ട് ജനതരംഗത്തിനിടയിൽ മിന്നുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അദ്ദേഹം ആദ്യം ചെയ്തതെന്താ? പല മദ്യശാലകളല്ല, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഓരോരോ പാർട്ടികളുടെയും തിണ്ണ പോയി നിരങ്ങുകയാണ്. കേരളത്തിൽ ഈ സമുദായ നേതാക്കളുടെ തിണ്ണയാണ് നിരങ്ങുന്നതെങ്കിൽ അദ്ദേഹം പോയി നിരങ്ങിയത് രാഷ്ട്രീയ പാർട്ടികളുടെ തിണ്ണ നിരങ്ങുക എന്ന കർത്തവ്യമാണ് ആദ്യമേ തന്നെ ചെയ്തത്. ഇതെന്തൊരു പരിപാടിയാണ് അദ്ദേഹം നടത്തിയത്? എല്ലാവരും പുകഴ്ത്തുന്നുണ്ട്. അദ്ദേഹം എല്ലാ പാർട്ടിയുടെ ഓഫീസ് സന്ദർശിക്കേണ്ടത് ജനങ്ങളുടെ വീടുകളാണ്, അവരുടെ തിണ്ണകളാണ്. അവിടെ പോയി നിരങ്ങിയാലും കുഴപ്പമില്ല. താനൊരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി മത്സരിച്ചു, ആ പാർട്ടിയോടാണ് അദ്ദേഹത്തിന് വിധേയത്വം വേണ്ടത്, മറ്റു പാർട്ടികളോടല്ല. തൻ്റെ കക്ഷിയിലോ മുന്നണിയിലോ ഒരിക്കലും ചേരാത്ത പാർട്ടികളോട് പ്രത്യയശാസ്ത്രമായി ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളുടെ പാർട്ടികളുടെ തിണ്ണയിൽ പോയി നിരങ്ങുക എന്നുള്ളത് ഒരു അരാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയമാണ്. എന്താണ് പറയാമെന്ന് ആൻസി? സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ പാർട്ടികളുടെ പിന്തുണ? അതാണ് കുതിരക്കച്ചവടത്തിന് വേണ്ടി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കുതിരക്കച്ചവടം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇത് തരാം, ഈ വകുപ്പ് തരാം, മറ്റേ വകുപ്പ്, ഇതെല്ലാം കുതിരക്കച്ചവടത്തിൽപ്പെടും. അതാണ് ആ സന്ദർഭത്തിൽ പോകുന്നത്. MLA-മാരുടെ എണ്ണം എന്താ കാര്യം? കൊടുത്ത 118 MLA-മാരുടെ പിന്തുണ വേണം. കിട്ടിയത് എത്ര? 106 MLA-മാരുടെ പിന്തുണ കോൺഗ്രസ് പിന്തുണച്ചപ്പോൾ. മനസ്സിലായില്ലേ? ആ പിന്തുണ പോരാ, ഭൂരിപക്ഷം കറക്റ്റായിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങളെന്തിന് ഇദ്ദേഹത്തിനെ വിളിച്ചു? നമ്മുടെ ADMKയും DMKയും കൂടെ ചേർന്ന് പറയാം, ഞങ്ങൾ രണ്ടും കൂടെ രൂപവത്കരിക്കാമല്ലോ. ഗവർണർക്കെതിരെ അവർ ഇംപീച്ച്മെൻറ്റിന് ശ്രമിക്കും. ഇംപീച്ച്മെൻറ്റ് ഗവർണർക്കെതിരെ ഇല്ല, വേറെ കാര്യം. സുപ്രീം കോടതി കേസിന് പോകും. ഗവർണർക്കെതിരെ ഒന്നും ചെയ്യാനില്ലെങ്കിലും രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാം. അതൊക്കെ ഗവർണർക്കൊരു അപമാനമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. വേറെ ഒന്നും അദ്ദേഹത്തിന് സ്ഥാനമല്ല ഒന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ അതൊരു നാണക്കേടല്ലേ? അദ്ദേഹം തെറ്റായ ഒന്ന് ചെയ്തു എന്നൊരു ബോധ്യം പൊതുജനങ്ങൾക്ക് പൊതുമണ്ഡലത്തിലുണ്ടാവില്ലേ? അതിന് കാരണമായ ഇതിന് കുതിരക്കച്ചവടം എന്താ പറയാത്ത? BJP 2 MLA-മാരെ എടുക്കും എന്ന് പറഞ്ഞാൽ അതിന് കുതിരക്കച്ചവടം എന്ന് പറയുമല്ലോ. ഓപ്പറേഷൻ കമലദൾ എന്നൊക്കെ പറയുമല്ലോ, ഓപ്പറേഷൻ കമൽ എന്നും പറയുമല്ലോ. അവിടെ കുതിരക്കച്ചവടം നടത്തി, ചാക്കിൽ കയറ്റി MLA-മാരെ എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ എന്താ അത് പറയാത്തത്? ഇപ്പോൾ അതാ AIDMKയുടെ 30 MLA-മാരെ കൂറുമാറി. അവരാർക്കെതിരെയോ മത്സരിച്ചോ അയാളുടെ പക്ഷത്തേക്ക് ചേരുന്നു. അത് കൂറുമാറ്റമല്ലേ? കൂറുമാറുകയാണ്. പക്ഷേ 32 MLA-മാരുടെ പിന്തുണയുള്ളതുകൊണ്ട് അവർ അയോഗ്യരാക്കപ്പെടുകയില്ല. വാസ്തവത്തിൽ അത് കൂറുമാറ്റം, ചേരി മാത്രം. പരസ്പരം പോരാടിയ ആൾക്കാർ തമ്മിൽ ചേരുകയാണ്. ഇതാണല്ലേ അവിടെ സംഭവിച്ചത്. ഈ കുതിര കച്ചവടത്തിനൊക്കെ നെടുനായകത്വം നടത്തി താൻ വലിയ ഹീറോ ആണ്, വീരനായകനാണുള്ള പരിവേഷം കെട്ടിയാൽ അത് ആരംഗീകരിക്കാനാണ്? തുടക്കം തന്നെ മോശം. ഇതിലൊക്കെ പോട്ടെ, അദ്ദേഹം എപ്പോഴും എതിർത്തിട്ടുള്ള ഒന്നാണ് അന്ധവിശ്വാസങ്ങൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ചെയ്തതെന്താ? ഒരു ജ്യോത്സ്യനെ പോയി കണ്ടു. സനാതനധർമ്മത്തിൽപ്പെട്ടതല്ലത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകമെല്ലാം ഒന്നാണ്, പല മതങ്ങളും ഒരു കടലിലേക്ക് ഒഴുകുന്ന നദികളാണ്. ഇത് പഠിപ്പിക്കുന്നതാണ് സനാതനധർമ്മം. അദ്വൈതം, നമ്മൾ അഭിന്നരല്ല ഇന്ന് പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ ആൻസിയെ ദ്രോഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ദ്രോഹിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നതാണ് സനാതനം. ശ്രീശങ്കരനാണ് അതാണ് അദ്വൈത ദർശനം എന്ന് പറയുന്ന പദ്ധതി. നമ്മളതല്ല ചർച്ചാ വിഷയം. അങ്ങനെ കാണുന്ന എന്താണെന്ന് തിരിച്ചറിയാത്ത പ്രതിപക്ഷ നേതാവ്, താൻ കാണിക്കുന്നത് കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാത്ത മുഖ്യമന്ത്രി. എന്ത് രാഷ്ട്രീയം തമിഴ്നാട്ടിൽ? ഇത് ആ സിനിമയിൽ അദ്ദേഹം കാണിച്ച ഈ കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് അത് റിയലാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസശീലരായ ദ്രാവിഡ ജനതയുടെ ഒരു അംഗീകാരമുദ്ര മാത്രമാണെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട് നമ്മളെക്കാൾ സമ്പന്ന സംസ്ഥാനമായതുകൊണ്ടും അവിടെ ധാരാളം വ്യവസായങ്ങൾ ഉള്ളതുകൊണ്ടും വരുമാനം കൂടുതലുള്ളതുകൊണ്ടും കുറച്ച് ഫ്രീ ബീസൊക്കെ കൊടുത്ത് കുറേ കാലത്തേക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കി നിർത്താൻ ഏത് വിജയിക്കും കഴിയും. ദാറ്റ് ഇസ് ദ ഫാക്ട്. ഹി ക്യാൻ. തമിഴ്നാട്ടിൽ അത് നടക്കും. ഇത് മുമ്പും നടന്നിട്ടുണ്ട്. ജയലളിതയായിട്ടുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന ജയലളിത ആയിരുന്നിട്ടുണ്ട്. MGR ആയിരുന്നിട്ടുണ്ട്.
MGR താരപരിവേഷം കൊണ്ട് മാത്രമാണ് ആയിട്ടുള്ളത്, സംശയമൊന്നുമില്ല. അറിയാമോ MGR ജയലളിത ആരായിരുന്നു? MGRൻ്റെ എന്തോ ആണെന്ന് പറഞ്ഞു നടക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ? വെപ്പാട്ടി. തോപ്പിൽ ഭാഷ എഴുതിയിട്ടുണ്ട്. സർക്കാർ അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്താണ്, നാടകകൃത്താണ്, സാഹിത്യകാരനാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ഒന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. തോപ്പിൽ ഭാഷ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. ജയലളിത ഇങ്ങോട്ട് വന്നാൽ നേരെ MGRൻ്റെ മുറിയിലേക്ക് പോകും. പാവപ്പെട്ട ക്യാമറമാൻ ഉൾപ്പെടെ ലൈറ്റ് ബോയ് ഉൾപ്പെടെ ആളുകൾക്ക് മണിക്കൂറുകളോളം പിന്നെ കാത്തിരിക്കേണ്ടി വരും. ബാക്കി കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ള ബന്ധം. സത്യമായിട്ട് അപ്രിയ സത്യമായിട്ട് തന്നെ ഞാൻ പറയുക. അതാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് മര്യാദയുള്ള പെണ്ണുങ്ങളാരും കുടുംബത്തെ ജനിച്ച പെണ്ണുങ്ങളാരും സിനിമയിലേക്ക് പോകാൻ മടിച്ചിരുന്നത്. ഇപ്പോഴങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, നിയമങ്ങളുണ്ട്, അല്ലാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് MGRനോടുള്ള ബന്ധം വെച്ചിട്ട് തന്നെ മുഖ്യമന്ത്രിയാവാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് സംശയമില്ലല്ലോ. ഇയാൾ ഈ സനാതനധർമ്മത്തെ കുറ്റം പറയുമ്പോൾ തമിഴ്നാട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഓരോരോ കാലത്തെ ഓരോരോ നേതാക്കന്മാർ അരാഷ്ട്രീയമായ രീതിയിൽ പ്രതികരിക്കുന്നത് അവിടെ തന്നെയല്ലേ? നമ്മുടെ BJPയുടെ നേതാവായിട്ടുള്ള ഒരാളുണ്ടല്ലോ, വാട്ടവർ ഇറ്റ് ഈസ്, ഒരു സിനിമാ നടിയുണ്ട്. അവരുടെ പേര് ക്ഷേത്രം വരെ വെച്ച ഒരു സംസ്ഥാനമാണത്. MGRൻ്റെ പേര് ക്ഷേത്രം വെച്ച്, ജയലളിതയുടെ പേര് ക്ഷേത്രം വെച്ച് പൂജിക്കുന്ന ആ സംസ്കാരമുള്ളൊരു നാട്ടിലാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു ജോത്സ്യനെ പിടിച്ച് തൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വെച്ചാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അദ്ദേഹത്തിൻ്റെ പേര് റിക്കി രാധൻ പണ്ഡിറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പണ്ഡിറ്റ് എന്നാണ്. നമുക്കും ഉണ്ടല്ലോ ഒരു പണ്ഡിറ്റ്, സന്തോഷ് പണ്ഡിറ്റ്. നമ്മൾ എത്ര ഏരുതിരിയില്ലാത്ത അദ്ദേഹത്തെ കാണുന്നത്, മഹാനായിട്ട് കാണുന്നു. അദ്ദേഹത്തെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് പണ്ഡിറ്റ് എന്നുള്ള പേര് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം സ്വയം ഡയറക്റ്റ് ചെയ്യുകയും സ്വയം സ്ക്രിപ്റ്റ് എഴുതുകയും സ്വയം പാട്ട് എഴുതുകയും എല്ലാം ചെയ്ത് സിനിമ നിർമ്മിക്കുന്ന ഒരു കോമാളിയായിട്ട് തന്നെ നമ്മൾ കാണുന്നു, ബുദ്ധിജീവിയായിട്ട് നമ്മൾ കാണുന്നു. ഇല്ല. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. ഇറ്റ്സ് എ മേജർ ഡിഫറൻസ്. അപ്പോൾ അവിടെ എങ്ങനെ ഒരു ജോത്സ്യനെ പിടിച്ചിട്ട് വെക്കാൻ പറയും? ഇനി ജോത്സ്യൻ എന്ന് പറയുന്നത് ഞാൻ വിജയിനെ കുറ്റപ്പെടുത്തുകയില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവാക്കപ്പെടുന്ന വ്യാജ നിർമ്മിതിയാണ് ഈ ജോത്സ്യം എന്ന് പറയുന്നത്. ഏതൊരു സിനിമാക്കാരനും ഒരു തിരക്കഥ സിനിമയാക്കണമെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പൂജാകർമ്മം നിർവഹിക്കുമല്ലോ. ആ പൂജാകർമ്മം ഈ ജോത്സ്യനോട് ചോദിച്ചിട്ട് മാത്രമേ നിർത്തും. അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കും.